നമ്മുടെ രാജ്യം ഇപ്പോൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ളൊരു വസ്തുതയാണ്. രാജ്യം മാത്രമല്ല, ഇൻഫാക്ട് ലോകത്ത് എല്ലായിടത്തും അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ ഭീഷണി, അവർ ഇമ്പോസ് ചെയ്യുന്ന ടാരിഫുകൾ, അവർ ഇപ്പോൾ വെനസ്വേലയിൽ കാട്ടിക്കൂട്ടിയ അത് മറ്റ് രാജ്യങ്ങളിൽ ആവർത്തിക്കുമോ എന്നുള്ള പേടി, ഇപ്പോൾ ഗ്രീൻലാൻഡിനും കാനഡയ്ക്കൊക്കെ എതിരെ ഉയർത്തുന്ന ഭീഷണി. ഇപ്പോൾ ടാരിഫിനകത്ത് വൺ ഓഫ് ദി മെയിൻ എഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യയാണ്. അവർ നമ്മളോട് കമാൻഡ് ചെയ്യുകയാണ് നമ്മുടെ സോവർണിറ്റി, റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ, അതിനെയൊക്കെ കാറ്റിപ്പുറത്തേക്കൊണ്ട് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. റഷ്യൻ ഓയിൽ വാങ്ങരുത്. അവർ കോളനൈസ് ചെയ്ത ആ ഒരു ഇമാജിനേഷനാണ് സംതിങ് ലൈക്ക് വെനസ്വേലയിൽ മഡുവോനെ അവർ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അതുകൊണ്ടിപ്പോൾ വെനസ്വേല അവിടെ കൺട്രോളിലാകുന്ന രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം കൈൻഡ് ഓഫ് ജോക്ക് മാൻ. ഇറ്റ്സ് ക്വൈറ്റ് ക്രേസി ആക്ച്വലി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരാൾക്ക് ഇതൊന്നും ഇത്ര സിങ്കാവുന്ന കാര്യങ്ങളല്ല. എനിവേ, ഈ ഓയിൽ നമ്മളോട് വാങ്ങാൻ ഇവർ കമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റഷ്യൻ ഓയിൽ വാങ്ങരുത്. ചെറിയൊരു റിലീഫ് പോലെ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഇന്ത്യ എത്തിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് കേന്ദ്ര സർക്കാരിനോട് വിമർശനമാണ് ഉള്ളത്. കാര്യം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമുക്ക് ഫേവറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇൻഫാക്ട് ഈ ക്രൈസിസ് കൂടുതൽ നമുക്ക് എഗെയിൻസ്റ്റ് നമുക്ക് ഫേവർ അല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന എനിക്കൊരു വിലയിരുത്തലുണ്ട് ഇതിനെപ്പറ്റി. ബിക്കോസ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ നമ്മൾ യൂറോപ്പിന് വേണ്ടിയിട്ട് കുറേ ഇമ്പോർട്ട് ഡ്യൂട്ടി, അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്, അതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടി വരികയാണ്. അത് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു ടാക്സ് രാജനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല. പണ്ടുണ്ടായിരുന്ന ഗവൺമെൻറ്റ്സ് വരുത്തി വെച്ചേക്കുന്ന മട്ടത്തരങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് കളയേണ്ട ഒരു ടൈം ഇപ്പോഴല്ല. വേറൊരാളുടെ ഭീഷണിക്ക് വഴങ്ങിയല്ല നമ്മൾ ചെയ്യേണ്ട ഇത്. ഇപ്പോൾ യൂറോപ്പിൻ്റെ ആയാലും അമേരിക്കയുടെ ആയാലും അവരുടെ ഭീഷണിക്ക് വഴങ്ങിയല്ല നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് തിരുത്തേണ്ട ഇത്. അത് നമ്മുടെ സ്വന്തം ഡിസിഷൻ ആയിരിക്കണം. അതിലേക്ക് അത് ഒരു റോങ് പ്രീസിഡൻ്റ് ആണ് അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ യൂറോപ്പിന് വേണ്ടിയിട്ട് കുറേ ഇപ്പോൾ പുറമേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പും ഇന്ത്യയും കൂടി കൂടുതൽ അടുത്ത് വരുന്നു, നമ്മൾ ഒരുമിച്ച് US-നെതിരെ പ്രതിരോധം തീർക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. അത് അവർക്ക് വേണ്ടിയിട്ട് ടാക്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് യൂറോപ്പും പ്രത്യേകിച്ച് യുണൈറ്റഡ് കിങ്ഡം പോലുള്ള രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ US-ആയിട്ട് വളരെ ക്ലോസ് അലൈൻസാണ്. അവർക്ക് നേറ്റോ മെമ്പേഴ്സാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആയാലും ശരി, US-ഉം ഈ മറ്റ് വെസ്റ്റേൺ കൺട്രീസും തമ്മിൽ കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻ അത്രയും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള റിലേഷൻ എത്തില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ റേഷ്യൽ റീസൺസ് വരെ കാര്യമാണ്. അവിടെ കൊക്കേഷ്യൻസ് ഡോമിനൻസ് ഉള്ള കൊക്കേഷ്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങളാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോഴും ചിലപ്പോൾ ചില ആലോചിക്കുമായിരിക്കും ഇത് റേസിസം ആണെന്ന്. ബട്ട് അങ്ങനെയല്ല. ഇത് അവരുടെ മനസ്സിലുണ്ട് ഈ കാര്യം. അതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇത്ര റിലേഷൻ കീപ്പ് ചെയ്യുന്നത്? യു സി, ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻ ദെയർ വ്യൂ പോയിന്റ് അവർ കോളനൈസ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ അവരുടെ റിലേഷൻസ് നോക്കുക, അവരുടെ ട്രേഡ് റിലേഷൻസ് നോക്കുക, അവർ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ, ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ, കോപ്പറേഷൻ, ഇതെല്ലാം നോക്കുക. അവർ എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ പുറത്ത് വിടുന്ന നറേഷൻ ഒന്നും അല്ല ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് തന്നെ ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയാം. ഇംഗ്ലീഷ് യൂറോപ്യൻസ് നേറ്റീവ് അമേരിക്കൻസിൻ്റെ, റെഡ് ഇന്ത്യൻസിൻ്റെ ലാൻഡ് കോൺക്രീ ചെയ്ത് പിടിച്ചടക്കി. അത് സ്വന്തം രാജ്യവും സ്വന്തം സ്ഥലങ്ങളാണ്, സ്വന്തം ഭൂഖണ്ഡങ്ങളാണ്, US സ്വന്തം രാജ്യമാണെന്ന് ഒരു ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കി എടുത്തിട്ട് പിന്നീട് ഇത് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞൊരു ഫോൾസ് പ്രിട്ടൻസ്. അത് ഇപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല.
പക്ഷെ അതിനകത്ത് ഒരു നറേഷനിലുള്ള മണ്ടത്തരം അത് നമുക്കറിയില്ലെങ്കിലും അവർക്കറിയാം. നമ്മൾ മറന്നെങ്കിലും അവർ മറന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ സമയം അപ്പോൾ ഇത് നമ്മൾ പക്ഷേ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ട്രേഡ് ഡീൽസ് യൂറോപ്പുമായിട്ടും ട്രേഡ് ഡീൽസ് ഉണ്ടാക്കുമ്പോഴും മറ്റും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫലവത്തായിട്ട് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഇന്ത്യക്ക് മേലിൽ ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങൾക്ക് മേലിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു കസിൻ ഇപ്പോൾ കാനഡയിൽ കനേഡിയൻ ആണ്, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഈവൻ ബേസിക് മെഡിസിൻസ് പോലും ക്രൈസിസ് ആണ്, അവൈലബിൾ അല്ല എന്നാണ് കേൾക്കുന്നത്. നല്ല എമൗണ്ട് കൊടുത്തിട്ട് പോലും അത്യാവശ്യമുള്ള ഇപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ അല്ലാതെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് പിന്നെ ന്യൂസും കാണുന്നുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഐറിഷ് കോഫി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട് യു എസിലൊക്കെ. ലൈക്ക് ക്യാപ്പിച്ചിനോ, ഇറ്റ്സ് എ സ്ട്രോങ് ഫോം ഓഫ് കോഫി സംതിങ് ലൈക്ക് ദാറ്റ് ഐ തിങ്ക്. അത് ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ വേറെ കനേഡിയൻ കോഫി അങ്ങനെയുള്ള ഫ്ലേവേഴ്സൊക്കെ പരീക്ഷിക്കുന്നത് പറഞ്ഞാൽ ചില ഈ മോർണിംഗ് ടൈം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ ഇപ്പോൾ അവരുടെ സൂപ്പർ മാർക്കറ്റ്സിലുള്ള എംപ്റ്റി ഷെൽഫ്സ് കാണിച്ചിട്ടായാലും അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചും. ഇപ്പോൾ അവർക്ക് ടിഷ്യൂ പേപ്പർ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ടിഷ്യൂ പേപ്പറിലൊക്കെ അവൈലബിലിറ്റിയിലുള്ള ക്രൈസിസ് ഒക്കെ ആവട്ടെ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി അവിടെ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. ഇപ്പോൾ ഈ മൈക്രോ ചിപ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ വളരെയധികം ക്രൈസിസ് നേരിടുന്നുണ്ടായിരുന്നു IT ഇൻഡസ്ട്രി ആവട്ടെ, അതിലത്തെ ഹാർഡ്വെയർ എന്തൊക്കെ ആവട്ടെ. കാര്യം ഇതിന് വേണ്ട യൂസേജ് കൂടി വരികയാണ്, ഡിമാൻഡ് പിന്നീട് കൂടി വരികയാണ്. എത്രത്തോളം മാസ് പ്രൊഡക്ഷൻ ഉണ്ടായാലും അതിലേറെ ഡിമാൻഡ് കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷനിലും അതിൻ്റെ ടെക്നോളജിക്കൽ അപ്ഡേഷനിലായാലും വളരെയധികം ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ ലിഥിയം പോലെയുള്ള മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജും അങ്ങനത്തെ പല ഇഷ്യൂസും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ടാരിഫ് പോലെയുള്ള കാര്യങ്ങളും ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് മേലിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അവരും അതിൻ്റെ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്പുമായിട്ട് നമ്മൾ ട്രേഡ് ഡീൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങൾ വില കുറച്ച് യൂറോപ്പിലേക്ക് പോകും, യൂറോപ്പിൽ നിന്ന് എന്നിട്ട് US ഇത് പോവുകയാണ്. അപ്പോൾ അവർ ഈ ടാരിഫ് കൊണ്ട് അവർ ഫേസ് ചെയ്യുന്ന ക്രൈസിസിൽ അവർക്ക് റിലീഫ് കിട്ടുകയാണ്. പക്ഷേ നമുക്ക് വന്ന ഇഷ്യൂസ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിപ്പോൾ നമുക്ക് ഫേവർ ആവണോ? അങ്ങനെ ഫേവർ ആവുന്നത് ഒരിക്കലും അല്ല. പിന്നീട് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, ട്രംപ് ഇപ്പോൾ പുള്ളിയുടെ സ്പീച്ചസിലും പുള്ളിയുടെ കുറേ ആശ്രിതരും പറയുന്ന മണ്ടത്തരങ്ങൾ പോലെയല്ല. എക്കോണമി ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു ഡയറക്റ്റ്ലി ടാരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ട് മാത്രം അമേരിക്കയിൽ ഓൾ ഓഫ് എ സഡൻ പ്രൊഡക്ഷൻ കൂടുകയോ പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ യൂസ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുന്നില്ല. പല സാഹചര്യം അത് ഒക്കെ നെഗോസിയേഷൻ്റെയും മറ്റ് ട്രേഡ് ഡീൽസിൻ്റെ ഒക്കെ അടിസ്ഥാനം നേരത്തെ ഉണ്ടായിരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോസസ് ട്രേഡ് ഡീൽസ് അതൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്കും നമ്മൾ പ്രോപ്പർലി നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിന് മേലിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഈ ടാരിഫിൽ കൊടുക്കേണ്ട പൈസ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ MRPയിലേക്ക് ഒരു പ്രൈസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആരോ ഇവരിത് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ US ഈ സാധനം പോയി ഈ അവിടുത്തെ ആളുകൾ തന്നെ ഈ പ്രൈസ് ഹൈക്കിൻ്റെ ഇത് സഫർ ചെയ്യേണ്ട സാഹചര്യം വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് നമ്മൾ പ്രോപ്പർ നേരത്തെ മുതൽ ഈ ട്രേഡ് ഡീൽസിനകത്ത് പ്രോപ്പർ ആയിട്ട് ക്ലോസസ് വെച്ചിട്ടുണ്ടാവണം. ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും അതിന് വേണ്ട കണ്ടിൻജൻസീസും വെക്കാനും അതിനൊക്കെ ഉള്ള ക്ലോസസ് നമ്മൾ വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഒരു ഇൻഡിവിജ്വൽ നെഗോസിയേഷൻസ് അത് ഇടയ്ക്ക് ഇങ്ങനെ ദാറ്റ് കീപ്സ് ഓൺ ഹാപ്പനിങ്. അതിൽ നമുക്ക് പ്രോപ്പർലി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എന്ത് ടാരിഫ് ഇമ്പോസ് ചെയ്തോട്ടെ, എന്ത് തോക്കുകയാണെങ്കിൽ നമുക്കതിനെ ചൂണ്ടിക്കോട്ടെ, എന്നിട്ടും അവരെ ചിരിച്ചുകൊണ്ട് അവർ അപ്പീസ് ചെയ്തിരിക്കുന്ന ഒരു പഴയ സെപ്പോയി മെൻറ്റാലിറ്റി വെച്ച് നടക്കുന്ന ബിസിനസ്മാനും ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരുള്ള സമയത്ത് എന്ത് ക്രൈസിസ് വന്നാലും നമുക്ക് പാട് തന്നെയായിരിക്കും.
അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാത്ത പക്ഷേ നോർമലി ഈ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അമേരിക്കൻ പീപ്പിൾ അവർക്ക് തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഡീൽ അതിനകത്ത് അവർക്കാണ് ഇപ്പോൾ അതിലൂടെ ഈ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ആയി പോവുകയാണെങ്കിൽ പിന്നെ യു എസ് ആക്ച്വലി ഒരു ടാരിഫും അങ്ങനത്തെ കാര്യങ്ങൾ എക്കണോമിക് സാങ്ഷൻസും ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്സ് അത് മാത്രമാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇപ്പോൾ അത് ഒരു യു എസും മറ്റ് രാജ്യങ്ങളായിട്ടുള്ള കോൺഫ്ലിക്ട്സ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലൈക്ക് അവരുടെ എസ്പിനാച്ച് നെറ്റ്വർക്ക് CIA പോലെയുള്ള നെറ്റ്വർക്ക്സ് ഇതിനകത്ത് ഒരുപാട് സാധനം കളിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻസ് US വഷളായി വരുമ്പോഴത്തേക്കും CIA മറ്റും ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആവാനും അവരുടെ എസ്പിനാജിന് വേണ്ടിയുള്ള ആ പദ്ധതികളൊക്കെ അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇന്റേണലി ഇന്ത്യയിൽ നടക്കുന്ന രണ്ട് ഇഷ്യൂസ് ഇതിൻ്റെ ഒരു അഫക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണെങ്കിൽ അതിനെ കൂടുതൽ ഫ്ലെയിം തിരി കൂടുതൽ ഫ്യൂവൽ ഈ CIA പോലെയുള്ള അല്ലെങ്കിൽ ഈ ചൈനീസ് ഏജൻസീസ് ആവട്ടെ അങ്ങനെയുള്ള നമുക്കെതിരെയുള്ള ഓർഗനൈസേഷൻസ് ISI പോലെയുള്ളവർ അത് ഫ്യൂവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ UGC റെഗുലേഷൻസിൽ പുതിയ കാര്യങ്ങൾ അത് ഞാനിപ്പോൾ ആക്ച്വലി ആ ലോസിനെ പറ്റി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഗുഡ് റെഗുലേഷൻസ് ആണ്. അത് ലൈക്ക് അത് അത്യാവശ്യമുള്ള സാഹചര്യമായിട്ട് വന്നതാണ്. ഇപ്പോൾ കർണാടക യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാളുമ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പെൺകുട്ടി ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു ക്യാമ്പസിൽ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഈ മൈനോറിറ്റീസിനെതിരെയുള്ള അറ്റാക്സ് അതിൻ്റെ എലമെൻറ്റ്സ് വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെ ഒരു ഈ മൈനോറിറ്റീസിനെതിരെ മറ്റും അറ്റാക്സ് നടക്കുമ്പോഴത്തേക്കും ഈ ഇക്വാലിറ്റി ബേസ് ആയിട്ടുള്ള പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസ് രൂപീകരിക്കണം. അവർക്ക് പിന്നെ പല റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഈസി ആക്കി കൊടുക്കുകയാണ്. അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം മറ്റും ഈ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 year ആക്ഷൻ എടുക്കണം എന്ന് എല്ലാം ഈ റെഗുലേഷൻസിൽ കൃത്യമായ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്വാലിറ്റി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഇതൊക്കെ വളരെ നല്ല ആക്ച്വലി മെഷേഴ്സാണ്. ഇവിടെ ഇന്ത്യയിൽ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹരിജൻസിനെതിരെയുള്ള അറ്റാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ വേണ്ടി അത് പക്ഷേ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ഓപ്പണായിട്ട് തന്നെ ഇവരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളത്. റൈറ്റ് ടു ഹരാസ് ദളിറ്റ്സ് അതൊക്കെയാണോ ഇവർ അതിനുവേണ്ടിയാണോ ഇപ്പോൾ ഇവർ നടത്തുന്ന സോക്കോൾഡ് ഫ്രീഡം സ്ട്രഗിൾ? ലൈക്ക് എന്താ പറയണ്ടേ, ഇറ്റ്സ് ക്രേസി ഔട്ട് ദർ. അങ്ങനെ ഒരു വല്ലാത്തൊരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള സോഷ്യൽ ഈ അവയർനെസ് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് പോലും ഇവിടെ ഈ കാര്യങ്ങളെ പറ്റി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ്. സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന സെയിം പാർട്ടി ഇവിടെ ഒരു മൈനോറിറ്റി പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ബൂസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മളെപ്പോലെയുള്ള സംസ്ഥാനങ്ങൾ ലിറ്ററസി ഉണ്ടെന്ന് നമ്മൾ സ്വയം ക്ലെയിം ചെയ്യുന്ന സംസ്ഥാനം ഇങ്ങനെയൊക്കെ ലിറ്ററസി ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻ മാറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വിസ്ഡം അതാണ് സംശയം. ബിക്കോസ് ഇതൊക്കെ അതിൻ്റെ പ്രൂഫായിട്ടാണ് വരുന്നത്. കാര്യം ഇഫ് വി ആർ നമ്മൾ പ്രബുദ്ധ കേരളമാണ് ലൈക്ക് വി ക്ലെയിം എങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങനെയുള്ള നല്ല റെഗുലേഷൻസ് UGC റെഗുലേഷൻസ് പോലെയുള്ള നല്ല മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ബിക്കോസ് നമ്മളില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മലയാളീസ് അതിനോട് അപ്പാർത്തിയിടാണ്, അതിനോട് മൗനം പാലിക്കുകയാണ്. അഫർമേറ്റീവ് ആക്ഷൻസിൽ ഇതുവരെയുള്ള അപാകതകൾ പരിഹരിച്ച് അതിൽ നല്ല ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ഉള്ള ആ ഒരു മൂവ്മെന്റ് അത് വളരെയധികം ചലഞ്ചസ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റേ ഓഫ് ഹോപ്പ്, അതിന് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെഷേഴ്സ് വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഈ പെറ്റി പൊളിറ്റിക്സും എല്ലാം മറന്ന് അതിനു വേണ്ടി ഒപ്പം നിൽക്കേണ്ടത് തന്നെയാണ്. പക്ഷെ സാഡ്ലി അത് കാണുന്നില്ല. ആൻഡ് ലൈക്ക് ഐ സെഡ്, നോർത്ത് ഇന്ത്യയിലാവട്ടെ, ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ആവട്ടെ, ഇന്നും ഇപ്പോൾ ഈ ഫ്യൂഡലിസം അങ്ങനത്തെ ഉള്ള ഈ റേഷ്യൽ ചിന്താഗതികൾ, ഈ ഹൈകാസ്റ്റുകാർ മേൽ ഡോമിനൻ്റ് ആയിരിക്കണം, അവരുടെ ഡിക്റ്റേറ്റർഷിപ്പ്, അവരുടെ ഒളിഗാർക്ക് വേണം, ലോ കാസ്റ്റുകാർ മിണ്ടാണ്ടെല്ലാം സഹിച്ചുകൊണ്ടിരിക്കണം, അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു മെജോറിറ്റി ഇന്നും ഇന്ത്യയിൽ ഇപ്പോഴും വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ ലൈക്ക് 70 years കഴിഞ്ഞിട്ട് അങ്ങനെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരിക്കലും എത്തിയിട്ടില്ല. ഐ ആം ഓൾസോ എ പേഴ്സൺ ഹു ട്രാവൽസ്. നമുക്ക് അറിയാം. പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകൾ, ഈ ഇത്തരത്തിലുള്ള ഈ ഫ്യൂഡലിസം പോലെയുള്ള അട്രോസിറ്റീസ്, കാസ്റ്റ് അട്രോസിറ്റീസിന് വേണ്ടി അതിന് ഫേവറായിട്ട് നടക്കുന്ന ഇത്തരം പ്രൊട്ടസ്റ്റുകൾ, അതിന് ഇത്ര സപ്പോർട്ട് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഫോറിൻ എസ്പിനാജ്, സ്പൈയിങ്, അതിൻ്റെ എല്ലാം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നർവാനയുടെ ബുക്കിൻ്റെ ഇഷ്യൂ. ഈ ഡിഫൻസിലെ ഏറ്റവും ഹൈ ഓഫീഷ്യൽസിൽ ഒരാളായ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഇറങ്ങുമ്പോൾ, ഇൻ മാറ്റർ ഓഫ് ഡിഫൻസ്, national security and all, even freedom of speech, there are some regulations, and it's quite necessary for our mere existence, for this nation's existence itself. ഇന്ത്യയിലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഈ പെർമിഷൻസ് ഈ ബുക്കിൽ കിട്ടിയിട്ടില്ല. ഇത് പബ്ലിഷ് ചെയ്യാൻ ഇപ്പോഴും സാധിക്കില്ല. എന്നിട്ടും ഈ ബുക്കിന്റെ കോപ്പി എങ്ങനെ ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ ആയ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തി? ഇദ്ദേഹം ഈ ബുക്കും കൈ പൊക്കി പിടിച്ചുകൊണ്ട് മീഡിയാസിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനെ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയാണ്. ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡറിന്റെ ജോബ് ഒബിയസ്ലി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ബുക്കിലേക്ക് എങ്ങനെ ഇദ്ദേഹത്തിന് ആക്സസ് കിട്ടി? ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതിന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിട്ടില്ല. വളരെ സെൻസിറ്റീവായ കാര്യമാണ്. ഇന്ത്യയുടെ ഫോറിൻ കൺട്രീസ് ആയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ, നാഷണൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ശത്രു രാജ്യങ്ങളെ ചെറുക്കുന്ന ഡിഫൻസിൻ്റെ കാര്യത്തിൽ, ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡീൽ ചെയ്യപ്പെടുന്ന ഒരു ബുക്കാണിത്. പിന്നെ എങ്ങനെ ഇത് ഒപ്പോസിഷൻ ലീഡറിന്റെ കയ്യിൽ ഇതെത്തി? ഇതിലുള്ള കണ്ടന്റ് പുള്ളി പറയുന്ന രീതിയിൽ സത്യമാണെങ്കിൽ എല്ലായിടത്തും ഇത് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പുള്ളിക്ക് എങ്ങനെ സാധിക്കുന്നു? ഒപ്പോസിഷൻ പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യുക, സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ വിമർശിക്കുക എന്നല്ല, രാജ്യത്തിന് എതിരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല, രാജ്യത്തിന്റെ സമാധാനം തകർക്കുക, രാജ്യത്തിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്തുക എന്നല്ല. ദിസ് ഇസ് ഹൈലി സെഡീഷ്യസ്. ആൻഡ് യു സി, അപ്പോൾ ഈ UGC റെഗുലേഷൻസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും നർവാനയുടെ ഈ ഇഷ്യൂ ആണെങ്കിലും, നർവാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ആർമിയിൽ തന്നെ ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ UGC റെഗുലേഷൻസിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിൽ പലരും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി BJPയിലെ അംഗങ്ങൾ തന്നെയാണ്. ഒരു വിഭാഗം, ശക്തമായൊരു വിഭാഗം ഒത്തുചേർന്ന് ഈ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന്, ഇവരുടെ സ്വന്തം പാർട്ടിയുടെ ഇരിക്കുന്നവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. നർവാന എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഡിഫൻസിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പൊസിഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എന്ത് വലിയൊരു ത്രെട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഫേസ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്പൈ ഏജൻസീസ് ലൈക്ക് CIA, ഈ ചൈനീസ് സംഘങ്ങൾ, ISI പോലെയുള്ളവർ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, whatever, ഈ CIA ഒക്കെ അവർ ഒന്ന് തുറച്ചു നോക്കിയാൽ ഇത്രയും വലിയ ക്രൈസിസ് ഇന്ത്യയിൽ ഫേസ് നമ്മൾ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അവരൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ എത്രത്തോളം പാടുപെടും എന്ന് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, ഓഫ് എവറി നേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ആവട്ടെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ ക്രൈസിസുള്ള സിറ്റുവേഷൻ ഓരോ രാജ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ അതിജീവിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോഴും അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വളരെ സമാധാനപൂർവ്വം ഹാൻഡിൽ ചെയ്യുന്ന ഭരണാധികാരികളാണ് ഈ ക്രൈസിസിലേക്ക് നിന്നൊക്കെ അവരുടെ രാജ്യത്തിനെ രക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ലൈക്ക് വളരെ ഒരു റാഡിക്കലായിട്ട്
ഒരു വലിയ ഇഷ്യൂയിലേക്ക് രാജ്യത്തിനെ കൊണ്ടുപോകാത്ത ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടെന്നുള്ളതിന് ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ സന്തോഷിക്കുന്ന അല്ല, ഞാൻ പറഞ്ഞ മറ്റൊരു ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ത്രെഡ്സ് അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ CIA പോലുള്ള ഏജൻസീസ് എത്രത്തോളം വലിയ ത്രെട്ട് നമുക്ക് ഇതിനെ പോസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റുള്ളവർ ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ അത് എങ്ങനെ അവർക്ക് അനുകൂലമായി യൂസ് ചെയ്യും, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് എന്തൊക്കെ വഴികളുണ്ട്, നമ്മൾ ശ്രദ്ധയപ്പെടാത്ത എന്തൊക്കെ വഴികളോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണ്. ഇന്റേണലി നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും എന്ന് അളക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഗ്രഹണം വരുമ്പോൾ ഞാഞ്ഞൂളുകളും തലപൊക്കും എന്നുള്ള പോലെ ഇവിടെ ഉള്ള അല്ലാത്ത സമയത്ത് പാട്രിയോട്ടിസത്തിനൊക്കെ പറ്റി, രാജ്യസ്നേഹത്തിനെ പറ്റി വളരെയധികം ഘോരഘോരം സംസാരിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഇപ്പോൾ ഞാൻ ന്യൂസ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മലയാളം ന്യൂസ് ആയിരുന്നു. അതിനകത്ത് സമസ്ത എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, വലിയൊരു സമ്മേളനം നടക്കുകയാണ്. അതിനകത്ത് ഈ സമസ്തയുടെ ലീഡർ, സമസ്ത എന്ന് വെച്ചാൽ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ട ഒരു സാഹചര്യം ആയി. ഇതുവരെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അൽ ഖ്വയ്ദ, IS ഇവരൊക്കെ പറയുമ്പോൾ ഇവർ തീവ്രവാദികളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സമസ്തയ്ക്കും പോപ്പുലർ ഫ്രണ്ടിനും എന്നും ജമാഅത്ത് ഇസ്ലാമിക്കൊന്നും ഇങ്ങനെ ഒരു പ്രത്യേകം ജമാഅത്ത് ഇസ്ലാമി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്, ഇവിടെ അതിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയിൽ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലാണ്ടിരിക്കുന്നു. ബിക്കോസ് ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ ഈ സമ്മേളനത്തിൽ ഈ സമസ്തയുടെ ലീഡറുടെ ഒപ്പം ഇരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അപ്പുറത്തിരിക്കുന്നത് മലയാളിയായ ഒരു ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ബിസിനസ് ഗ്രൂപ്പായ ലുലു ഗ്രൂപ്പിൻ്റെ ഓണറായ യൂസഫ് അലി. അപ്പോൾ ഇങ്ങനൊരു ക്രൈസിസ് വരുമ്പോൾ ആക്ച്വലി ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടന്ന പല ത്രെഡ്സും പുറത്തേക്ക് വരികയാണ്. ഈ ത്രെഡ് എത്രത്തോളം, ഇതിൻ്റെ ആംപിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ വളരെ ഷോക്കിംഗ് ആയ കാര്യമാണ്. ഈ ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, നാണം കെട്ടും പണം നേടുകയിൽ നാണക്കേട പണം മാറ്റിയിടും എന്ന് പറഞ്ഞ പോലെ, തീവ്രവാദികൾക്ക്, പച്ചയായ തീവ്രവാദം പ്രൊമോട്ട് ചെയ്തവർക്ക്, അത് ചെയ്തവർക്ക് പൈസ ഉപയോഗിച്ച് സ്വന്തം മുഖം ഒരു ദിവസം കൊണ്ട് വെളുപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെയും ഒരു തെളിവാണിത്. ഇന്നലെ വരെ തീവ്രവാദികളായിരുന്നവർ ഇന്ന് പെട്ടെന്ന് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായി. ഇപ്പോഴും അവരുടെ ഓർഗനൈസേഷൻ്റെ മാനിഫെസ്റ്റോ എടുത്ത് നോക്കൂ, അവരുടെ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കൂ, പച്ചയായ തീവ്രവാദം ഉണ്ട്. ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ഇത് തീവ്രവാദമല്ല, ഓർഡിനറി സാധാരണ പ്രവർത്തികളാണ് എന്ന തലത്തിലേക്ക് എത്തിക്കുകയാണിത്. ഇതിന് ചൂട്ടുപിടിക്കുന്ന ആള്, അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഡോമിനന്റ് ഫോഴ്സ് ആണെന്നുള്ളത് പോട്ടെ, ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അത് എത്ര ഡേഞ്ചറസ് ആയ കാര്യമാണത്. കഴിഞ്ഞ വർഷം ഈ ഗാസ ഇസ്രായേൽ യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ വാർ, അതിൻ്റെ ഇഷ്യൂസ് നടക്കാൻ നേരത്തും നമ്മൾ കണ്ടു ഇതുപോലെ. October 7 ആണ് ഫസ്റ്റ് ബ്ലഡ് ഷെഡ് ചെയ്തത്. അത് ഗാസൻ ഗ്രൂപ്പായ ഹമാസ് ആണ്. ഇസ്രായേലിലാണ് ആദ്യം അറ്റാക്ക് ഫേസ് ചെയ്തതെന്ന് പച്ചയായ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്തും ഹമാസ് ഇരവാദം മുഴക്കുകയായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത് ഈ ലെഫ്റ്റീസ് അവരെ വിക്ടിംസായി ചിത്രീകരിച്ച് ഈ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ സമ്മേളനങ്ങളും എല്ലാം കേരളത്തിൽ ഓപ്പണായി നടത്തുന്നു, പബ്ലിക്കായി നടത്തുന്നു. വളരെയധികം ജനപങ്കാളിത്തം ഈ റിലീജിയസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ വളരെയധികം ജനപങ്കാളിത്തം അവർക്ക് കിട്ടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം അതിന് മുൻനിരയിൽ പോയി നിന്ന് അവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്നു. ഇനിയൊരു October 7 നിന്ന് കേരളവും ഇന്ത്യയും ദൂരമല്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഇത് നമ്മൾ ചേർത്തില്ലെങ്കിൽ തീർച്ചയായും October 7 ഇസ്രായേൽ നടന്ന കാര്യം ഇന്ത്യയിൽ നടക്കും, കേരളത്തിൽ നടക്കും, നമ്മുടെ വീടുകളിൽ നടക്കും. ഞാനതിനെ ഭയക്കുന്നു. ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്, എറണാകുളത്ത് ജീവിക്കുന്ന ആളാണ്. കോസ്റ്റൽ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ. മുംബൈ അറ്റാക്സ് നടന്നപ്പോൾ കറാച്ചിയിൽ നിന്നും ബോട്ടുകളും വെസൽസ് കയറി കുറേ ടെററിസ്റ്റുകൾ അവിടെ നിന്ന് മുംബൈയിൽ വന്നു. നാളെ അതുപോലെ നമ്മുടെ കോസ്റ്റുകളിൽ കുറേ തീവ്രവാദികളും വെപ്പൺസും കുത്തിനിറച്ച ബോട്ടുകൾ വന്ന് ഇറങ്ങി ഇവിടെ നമ്മുടെ വീടുകളിൽ, എൻ്റെ വീട്ടിൽ നാളെ
കയറി വന്ന് ഇതുപോലെ അറ്റാക്സ് ആവർത്തിക്കില്ല, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യില്ല, കുട്ടികളെ തൊട്ടിൽ നിന്ന് കാല് വഴി എടുത്ത് തലക്കടിച്ച് കൊല്ലില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഈ ക്രൈസിസിനെ ചെറുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നാളെ ഇവിടെയുള്ള ഈ ആണും പെട്ടും കെട്ടവന്മാര് ഇവര് നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മുടെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്ന സമയത്ത് ഈ വല്ല സിറപ്പ് എന്താ റെഡ് ബുൾ വേണോ ചേട്ടാ എന്ന് പറഞ്ഞ് ചൂട്ടുപിടിച്ച് പിമ്പിങ് ചെയ്ത് കൊടുക്കായിരിക്കും, അല്ലെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ എടുത്ത് കൊടുക്കായിരിക്കും. ഇത് അപ്പോഴും ഇവനൊക്കെ പോയി നിങ്ങൾ വോട്ട് ചെയ്യോ? ഈ വർഗീയതയ്ക്കെതിരെ ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല, തിരിച്ചടിച്ചില്ലെങ്കിൽ ഈ ക്രൈസിസ് നമ്മുടെ വീടുകളിൽ ഉറപ്പായും സംഭവിക്കും. അതുകൊണ്ട് അതിനെ ചെറുക്കുക തന്നെ വേണം.